ആറ്റുകാലിൽ യുവതി ജീവനൊടുക്കിയതിൽ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നുണ്ട്. സംഭവത്തിൽ ഭർത്താവിനെതിരെ അയൽവാസികൾ ആരതി ജീവനൊടുക്കിയ സമയം ഭർത്താവ് അതുൽ വീട്ടിലുണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ പറഞ്ഞു. ഈഞ്ചയ്ക്കലുള്ള സുഹൃത്തിനെ വിളിച്ചു വരുത്തി. ഈ സുഹൃത്താണ് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് എത്തിയപ്പോഴേക്കും ആരതി മരിച്ചിരുന്നു. ആരതിയുടെ ഡയറി പോലീസ് കണ്ടെടുത്തു. ദേവൻ എം പിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദേവൻ, നേരത്തെ ആരതിയുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ അടുത്തു നിന്നുമുള്ള വിവരങ്ങളും മൊഴികളുമൊക്കെ നമ്മൾ കേട്ടതാണ്. വലിയ തരത്തിലുള്ള ക്രൂരത, പീഡനമൊക്കെ അനുഭവിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അയൽവാസികൾ എന്താണ് പറയുന്നത് ഇക്കാര്യത്തിൽ? സ്വാതി, അത്യന്തം വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ സംഭവമെല്ലാം നടക്കുമ്പോൾ അതിൽ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത്. അതായത് ഇന്നലെ വൈകുന്നേരം ഏകദേശം 5:15 കൂടിയാണ് ഈ ആരതി ഈ വീട്ടിനുള്ളിൽ ജീവൻ ഒടുക്കുന്നത്. ആ സമയത്ത് അതിലിവിടെ ഉണ്ടായിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത്. മാത്രമല്ല, ഏകദേശം 8 മണിയോടുകൂടി ആണ് ഈ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതും ഈ മുറിക്കുള്ളിൽ നിന്നും ആരതിയുടെ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നതും. അതായത് അതുൽ ഈ സമയത്ത് തന്നെ മുഴുവൻ സമയം വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ 5:15 കൂടി ഇരുവരും തമ്മിൽ ആദ്യഘട്ടത്തിൽ ഒരു വഴക്കുണ്ടാകുന്നു. അതിനുശേഷം ആരതി മുറിയിലേക്ക് കയറി വാതിലടയ്ക്കുന്നു. പിന്നീട് അതുൽ ഈ വീട്ടിൽ തന്നെ തുടരുകയും ഏകദേശം കുറച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ അതുലിൻ്റെ തന്നെ ഒരു സുഹൃത്തിനെ, ഈഞ്ചക്കലിൽ തന്നെയുള്ള ഒരു സുഹൃത്തിനെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. സുഹൃത്തും ഭാര്യയും ഇവിടെ എത്തിയ ശേഷം ആ സുഹൃത്താണ് പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയും ഫോർട്ട് പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നതും പിന്നീട് ഈ കതക് തുറന്ന് ആരതി ഇത്തരത്തിൽ ഈ തൂങ്ങിയ നിലയിൽ മുറിക്കുള്ളിൽ നിൽക്കുന്നത് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആ സമയം മുഴുവനും അതുൽ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ അയൽവാസികൾ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ആരതി ഇത്തരത്തിൽ ഈ ജീവനൊടുക്കാൻ ഒരു ശ്രമം നടത്തുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ തടയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ശ്രമം അതുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ അയൽവാസികൾ പറയുന്നത്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ, ഇപ്പോൾ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഈ ഡിസംബർ ആകുമ്പോൾ 2 വർഷം പൂർത്തിയാകുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെ ഏകദേശം ഈ 2 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഈ 1.5 വർഷത്തിനിടയിൽ ഇരുവരും തമ്മിൽ ഈ സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് വഴക്കിടുമ്പോഴെല്ലാം തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ആരതി കൃത്യമായി ആരതിയുടെ അമ്മയെ വിവരം അറിയിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും ഒരു ഡയറി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ ഡയറിയിൽ ഇത്തരത്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം, അതിൻ്റെ ഭാഗത്തു നിന്നും നേരിട്ട പീഡനങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ ആരതി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപുള്ള വിവരങ്ങളും ആരതി കുറിച്ചിട്ടുള്ളതെന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ആ ഡയറി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മറ്റ് ഡിജിറ്റൽ തെളിവുകളായിട്ട് പോലീസും ദേവൻ, എന്തായാലും ഇതെല്ലാം നിർണായകമായിട്ടുള്ള തെളിവുകളാണ്. ആരതിയുടെ ജീവൻ നഷ്ടമാകുന്നതിലേക്ക് വഴിതെളിച്ച കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ഇനിയും കൂടുതലായി അറിയാനുമുണ്ട് ഇക്കാര്യത്തിൽ. എന്തായാലും